എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഇപ്പം ദുരൂഹ സാഹചര്യത്തിൽ അത് തിയേറ്ററിൽ നമുക്ക് പ്രതീക്ഷിച്ച പോലൊരു വിജയം ചൈന ഭാഷ പറയുന്നോടാ. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിന്റെ തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. സമ്മിശ്ര പ്രതികരണം എന്ന് പറയാം തിയേറ്ററിൽ. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. ഇറങ്ങിപ്പോന്നൊക്കെ ആലോചിച്ചിട്ടാണ് പറയുന്നത്. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. അതിന്റെ ഒരു പ്രൊഡ്യൂസർ, അതുകൊണ്ട് അത് പറയുമ്പോ എനിക്കൊരു കുളിര് വരും. അല്ല, ഈ ദുരൂഹ സാഹചര്യത്തിൽ നമ്മൾ തിയേറ്ററിൽ പ്രതീക്ഷിച്ചൊരു വിജയം എന്റെ വേദന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലടാ. പ്രതീക്ഷിച്ചൊരു വിജയം കൈവരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് OTT-ലേക്ക് എത്തിയ സമയത്ത് അതിലൊരു സീൻ, അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയ സേതു എന്ന് പറയുന്ന ക്യാരക്ടർ ഗണ്ണ് വെച്ച് നടത്തി ഉള്ളൊരു ആ ഒരു സീൻ ഭയങ്കരമായിട്ട് റീച്ച് ആവുകയും. ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത്. ചാക്കോച്ചന് ഭയങ്കര ഒരു അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്തിരുന്നു. ഇത് തിയേറ്ററിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇത് കണ്ട സമയത്ത് എന്താണ് തോന്നിയിട്ടുണ്ടായിരുന്നത്? ഞാൻ എന്ത് പറയാനാ, എല്ലാം സംഭവിച്ചു പോയില്ലേ. ഇനി ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. ലജ്ജാവഹം. തിയേറ്ററിൽ കണ്ടവര് അത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും, അതിനെ പറ്റി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ആക്ടിംഗ് ആണ്, നല്ല അഭിപ്രായം. OTT വന്നതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർ അത് കാണുകയും അതിനെപ്പറ്റി എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേകം PR വർക്ക് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിപ്പോ ലാഭായല്ലോ. ആ ഒരു ക്യാരക്ടർ ഭയങ്കര നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഒരു ഡബിൾ ഫേസ് തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഈസി അല്ലേ, ഞാൻ ആരാണെന്ന് നിന്റെ വിചാരം. ഈ സിനിമയിലേക്ക് വരികയാണെങ്കിലും ഒരു ചെറിയ ഡബിൾ ഫേസ് കാണുന്നുണ്ട്. ഭയങ്കര ബുദ്ധിയാണല്ലോ, കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ സാറേ. ആൾക്കൊരു പേടി ഉണ്ടെങ്കിലും പോലീസുകാരനാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു? ഞാനെന്ത് പറയാൻ, എന്തിലൂടെ പറയാൻ? അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പൊന്നല്ലേ.